ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വേരിയൻസ് അനാലിസിസ് ആണ്. വേരിയൻസ് അനാലിസിസിൽ തന്നെ MA മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ബേസിക് വേരിയൻസ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പഠിക്കുന്നത് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിനെ റിലേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോഡക്റ്റിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നു. നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് സ്പിഡ്ജെറ്റ് ആണ്. അപ്പൊ ആ സ്പിഡ്ജെറ്റിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഡീറ്റെയിൽസ്, ആ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു പീരീഡിലേക്ക് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ബഡ്ജറ്റും ആക്ച്വലും ഒക്കെ കമ്പയർ ചെയ്തിട്ടുള്ള വേരിയൻസ്, ആ വേരിയൻസിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഒക്കെയാണ് നമ്മളിങ്ങനെ ഫർദർ ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ ഫസ്റ്റ് ഡീറ്റെയിൽസ് ഇസ് എന്താണ്, സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള എന്താണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരു പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ് പ്രകാരം ഉണ്ടാക്കുന്ന സമയത്ത് എന്തെല്ലാം കോസ്റ്റുകളാണ് വരുന്നത്, മെറ്റീരിയൽ റിലേറ്റഡ് കോസ്റ്റ്, ലേബർ റിലേറ്റഡ് കോസ്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിലേക്ക് വേരിയബിൾ ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ് ഒക്കെ ചാർജ് ആവുന്നു. അങ്ങനെ ഉള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ ഡീറ്റെയിൽസും അതിന്റെ സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻസ് നമുക്ക് വായിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഓരോ ഇൻഫർമേഷൻസ് നിങ്ങളോട് പറയുന്ന സമയത്തും അതിനൊക്കെ ഒരു ലെറ്റേഴ്സ് അല്ലെങ്കിൽ പേര് പറയും. ആ പേരും ആ ഒരു ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് എന്ത് വെച്ചിട്ടാണ് ഞാൻ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. കാരണം ആ ഒരു ഇൻഡിക്കേറ്റർ എന്ത് വെച്ചിട്ടാണോ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മൾ ഇനി വേരിയൻസിന്റെ ഇക്വേഷൻസ് പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ആദ്യം പറയുന്നത് ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 100 ആണ്. അപ്പൊ അതിന് ഞാൻ പറയുന്ന പേര് SSP എന്നാണ്. സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറയുക. SSP, സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് അവർ പ്രോഡക്റ്റ് ഇസ് $100 ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ. ഓക്കെ, ഇനി കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ആദ്യം തന്നെ മെറ്റീരിയലിന്റെ കോസ്റ്റ് പറയുമ്പോൾ ഒരു ബ്രാക്കറ്റ് അവിടെ കണ്ടു. ആ ബ്രാക്കറ്റിൽ എന്താ പറയുന്നത്, ഒരു യൂണിറ്റ്, നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കിലോഗ്രാം വേണം. 2 കിലോഗ്രാം മെറ്റീരിയൽ വേണം. ആ മെറ്റീരിയലിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ്, 1 കിലോഗ്രാം മെറ്റീരിയലിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് വരുന്നത് $20 ആണ്. അങ്ങനെയാണ് 2 കിലോഗ്രാം ഇൻറ്റു $20 പെർ കിലോഗ്രാം. അങ്ങനെയാണ് ഒരു സ്പിഡ്ജെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് $40 മെറ്റീരിയൽ കോസ്റ്റ് ആവുന്നത്. ഓക്കെ, അങ്ങനെ പറയുന്നു. അപ്പൊ ഈ 2 കിലോഗ്രാമിന് നമ്മൾ പറയുന്ന പേരാണ് SQ പെർ യൂണിറ്റ് എന്ന് പറയും. പെർ യൂണിറ്റ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ 1 യൂണിറ്റ്, SQ പെർ യൂണിറ്റ് എന്നാണ് അതിനെ പറയാം. ഇനി അതിന്റെ ഒരു പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, സ്റ്റാൻഡേർഡ് പ്രകാരം 1 കിലോഗ്രാമിന്റെ പ്രൈസ്, അതിനെ നമ്മൾ SP എന്നാണ് പറയാം. സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ കിലോഗ്രാം എന്ന് പറയും. സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ കിലോഗ്രാം SP എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ ലേബറിനെ നോക്കുവാണെങ്കിൽ, ലേബറിന്റെ കേസിൽ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു സ്പിഡ്ജെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ വേണം, ഒരു യൂണിറ്റിന് എത്ര മണിക്കൂർ വേണം. ഓക്കെ, അതിന് സ്റ്റാൻഡേർഡ് അവേഴ്സ് എന്നാണ് പറയുക. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ല, ലേബറിന്റെ കേസിൽ അവേഴ്സിലാണ് പേയ്മെന്റ് പോകുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് അവേഴ്സ് പെർ യൂണിറ്റ് എന്നാണ് പറയാ. SH പെർ യൂണിറ്റ് എന്നാണ് അതിനെ പറയാ. ഓക്കെ, SH പെർ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ 1 യൂണിറ്റ്. ഒരു യൂണിറ്റിന് സ്റ്റാൻഡേർഡ് പ്രകാരം 1.5 അവേഴ്സ് വേണം ആണ് യൂസ് ചെയ്യുന്നത്. അതിന് വരുന്ന ലേബർ കോസ്റ്റ് എന്താണെന്നാണ്. ഓക്കെ, ലേബറിന്റെ റേറ്റ് പറയുന്നത്, ലേബറിന്റെ റേറ്റ് സ്റ്റാൻഡേർഡ് പ്രകാരം ലേബറിന്റെ റേറ്റ് 2 പെർ ഹവർ ആണ്. അതിന് SR എന്നാണ് പറയാ. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ എന്ന് പറയും. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ, SR. ഓക്കെ, അതുപോലെ ഇനി വേരിയബിൾ ഓവർഹെഡിലേക്ക് നോക്കുന്ന സമയത്ത് വേരിയബിൾ ഓവർഹെഡ് യൂണിറ്റിലേക്ക് എന്താണ് അബ്സോർബ് ആവുകയാണ്. വേരിയബിൾ ഓവർഹെഡ്സ് യൂണിറ്റിലേക്ക് അബ്സോർബ് ആവുന്നത് ലേബർ അവേഴ്സിന്റെ ബേസിസിലാണ്. സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റിന് എത്ര ലേബർ അവേഴ്സ് ആണ്? 1.5. ആ 1.5 അവേഴ്സിലേക്കാണ് വേരിയബിൾ ഓവർഹെഡ് അബ്സോർബ് ആവുന്നത്. ആ വേരിയബിൾ ഓവർഹെഡ് അബ്സോർബ് ആവുന്ന റേറ്റ് എന്താ? വേരിയബിൾ ഓവർഹെഡ് അബ്സോർബ് ആവുന്ന റേറ്റ് 6 പെർ അവർ ആണ്. അതിനെയും നമ്മൾ SR എന്നാണ് പറയാ. സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെയാണ്, സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ. അത് ലേബറിന്റെ റേറ്റ് പെർ അവർ അല്ല, ഇത് വേരിയബിൾ ഓവർഹെഡിന്റെ റേറ്റ് പെർ അവർ ആണ്. വേരിയബിൾ ഓവർഹെഡ് ഒരു മണിക്കൂറിന് $6 വെച്ചിട്ട് ഒരു യൂണിറ്റിന് 6 × 1.5 അങ്ങനെയാണ് ലൈൻ വരുന്നത്. ഓക്കെ, ഇനി ഫിക്സഡ് ഓവർഹെഡിന്റെ കേസിൽ ഫിക്സഡ് ഓവർഹെഡ്സ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണല്ലോ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഓവർഹെഡ്സ്
യൂണിറ്റിലേക്ക് അബ്സോർബ് ചെയ്യുന്ന റേറ്റ് OAR ആണ് ഈ പറയുന്നത്. OAR, ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫിക്സഡ് ഓവർഹെഡിന്റെ കേസിലും ബ്രാക്കറ്റിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഫിക്സഡ് ഓവർഹെഡ് പ്രൊഡക്റ്റിലേക്ക് അബ്സോർബ് ആവുന്നതും എന്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് 1.5 അവേഴ്സിലേക്കാണ് 10 per hour എന്ന് പറയുന്ന റേറ്റിൽ അബ്സോർബ് ആവുന്നത്. അപ്പോൾ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ആണത്. OAR എന്ന് പറയും. അതിന് SR എന്നല്ല. ഫിക്സഡ് ഓവർഹെഡിന്റെ കേസിൽ ഞാൻ SR എന്ന് പറയുന്നില്ല, OAR എന്ന് പറയുന്നു. OARന്റെ ഫുൾ ഫോം അറിയാലോ, ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്ന റേറ്റ്. ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്ന റേറ്റ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് വേരിയബിൾ ഓവർഹെഡിന് അത് പറഞ്ഞില്ല എന്നുള്ളത് നമുക്ക് അതിന്റെ ഇക്വേഷൻസ്, ഈ വേരിയൻസിന്റെ ഇക്വേഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാവും. ഓക്കെ, കാരണം ലേബറിന്റെ വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നു, വേരിയബിൾ ഓവർഹെഡിന്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരേ ഇക്വേഷൻസ് വെച്ചിട്ടാണ്. അപ്പൊ ആ ഇക്വേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ സെയിം ആക്കി വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ OAR എന്ന് പറയാത്തത്. ഫിക്സഡ് ഓവർഹെഡിന്റെ കേസിൽ ആ ഫിക്സഡ് ഓവർഹെഡ് അബ്സോർബ് ആവുന്നത് ഒരു OAR വെച്ചിട്ടായിരിക്കും, ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് വെച്ചിട്ടായിരിക്കും. ആ OAR ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ലേബർ അവറിന് 10 എന്നുള്ള രീതിയിലാണ്. ഒരു ലേബർ അവറിന് 10, അതിന് OAR per hour എന്നാണ് പറയാ. OAR per hour. ആ 10 per hour ആണ് ഇൻറ്റു 1.5 hours. 1.5 hours, ആ 1.5 hours വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 കിട്ടും. ആ 15നെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിലേക്ക് 15, ഒരു ഹവറിന് 10 ഇൻറ്റു 1.5 hours. അങ്ങനെ ഒരു സ്ക്വിഡ് ജെറ്റിലേക്ക് $15 ആണ് ഫിക്സഡ് ഓവർ ഹെഡ് അബ്സോർബ് ആവുന്നത്. അതാണ് OAR per യൂണിറ്റ്. ഇനി ടോട്ടൽ എല്ലാ കോസ്റ്റും, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് എത്രയാണ്? 67 ആണ്. ഇതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഒരു യൂണിറ്റിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് $67 ആണ്. ഒരു യൂണിറ്റിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്. $100 സെല്ലിംഗ് പ്രൈസ്, $67 സ്റ്റാൻഡേർഡ് കോസ്റ്റ് വരുന്നത്. അപ്പൊ എത്രയാണ് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ്? ഇതിലെല്ലാ കോസ്റ്റും ഉണ്ട്. അപ്പൊ പ്രോഫിറ്റ് വരുന്നത് എത്രയാ? പ്രോഫിറ്റ് പെർ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് വരുന്നത് $33 ആണ്. ഇതാണ് നമുക്ക് ഈ ഒരു സ്ക്വിഡ് ജെറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ആസ് പെർ സ്റ്റാൻഡേർഡ്സ് കോസ്റ്റുകൾ വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന് ഇത്രയും കാര്യങ്ങൾ, നിങ്ങൾ ഇത്രയും ഇൻഫർമേഷൻസ് മനസ്സിലാക്കാനും, ഇതിനൊക്കെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു നോളജ് ഇവിടെ നിന്നുണ്ടാവണം. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മുടെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം, എന്നിട്ട് ക്വിക്ലി നെക്സ്റ്റ് വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ.